എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷെ ആകെ മൊത്തം ഒരു പ്രണയം കൂടുന്നുണ്ടോന്നൊരു സംശയം. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പ്രണയത്തെ കുറിച്ച് എഴുതുന്നത്? അതല്ല, കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു, സംസാരത്തിലാണെങ്കിൽ സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ കടന്നു വരുന്നുണ്ട്. ദേ പ്രിയ, വേണ്ട കേട്ടോ. പിന്നല്ലാതെ നിങ്ങൾ നല്ല മാച്ചാന്നേ, സഖാവും ബുദ്ധിജീവിയും. നീ വായിക്കണ്ട, എന്റെ ബുക്കിങ് തന്നെ. എന്നാ അതെ, ഞങ്ങളും ചോറ് എന്നെ ഉണ്ണണേ. നീ ആളോട് പോയി പറവണ്ണേ, ആൾക്കും നിന്നെ ഇഷ്ടാ, കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ നീ എന്തിനു വേണ്ടി കാത്തിരിക്കുക? ഇതുപോലൊരു സ്ഥലത്ത് വേണം എന്റെ വീട്. കാടിനുള്ളിലോ? കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം, അതിന് നടുക്ക് ദ്വീപ് പോലൊരു പൂന്തോട്ടം, നിറയെ ചെടികളും മരങ്ങളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെയുള്ളൊരു തോട്ടം. അതിന് നടുവിലായി ഒരു കൊച്ചു വീട്. തന്റെ ആശ്രമവും ഇതുപോലെയായിരുന്നു. ഒരു ദിവസം ഒരു കാര്യം പറയാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? നാളെ പറയാം. ശരി, അപ്പൊ കാണാത്ത ദിവസങ്ങൾക്കുള്ളതെല്ലാം ഒരെഴുത്തായി എഴുതി വെച്ചാ മതി. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ശരി, ഇന്ന് തന്റെ ബർത്ത്ഡേ അല്ലേ, എന്നാ ഒരു ഡിസ്കൗണ്ട് തരാം. താൻ പറയാമെന്ന കാര്യം പറ. പറ. എനിക്ക് തനിക്ക് ഗുഡ് മോർണിംഗ്. എന്താ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? ഓ, ഇത്രയും നാൾ സായിപ്പിന്റെ വേഷത്തിൽ നടന്നിട്ട് പെട്ടെന്ന് സാരിയിലേക്ക് മാറിയതുകൊണ്ടായിരിക്കും. ഇന്ന് മുതൽ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. എന്നായാലും മാറേണ്ടതല്ലേ, ഇനി ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. ഒന്ന് ചോദിക്കാൻ മറന്നു, സാരിയിൽ ഞാൻ എങ്ങനെയുണ്ട്? ഐ എം മോർ ബ്യൂട്ടിഫുൾ ഓർ? സാരി സുധയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. ഓ, താങ്ക് യു. ആദ്യത്തെ ഇന്റർവ്യൂവിൽ പാസ് മാർക്കുണ്ട്. എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ആ, ഇരിക്കൂ. താങ്ക് യു. ഇതെന്താ പ്രസന്റേഷൻ വല്ലതാണോ? അതെ. എനിക്കോ? ആ, പ്ലീസ് വെയിറ്റ് ഫോർ എ മിനിറ്റ്. എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കേട്ടിട്ട് ഈ പ്രസന്റേഷൻ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. സുധ വളരെ സീരിയസ് ആയിട്ടാണല്ലോ. ശരി, ഞാൻ റെഡി, പറഞ്ഞോളൂ. പ്രായമായ ഒരു പെൺകുട്ടി, അതായത് ഞാൻ, വിനയനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ ഒരു സമ്മാനവുമായി തനിയെ വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് അത് സാധാരണഗതിയിൽ ആരും പ്രേമമാണെന്നേ കരുതൂ, ശരിയല്ലേ? അതെ.
എങ്കിൽ അത് തെറ്റാണ്. ഞാൻ പ്രേമിക്കാനൊന്നും വന്നതല്ല, വിനയം ഭയപ്പെടണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാണ്. കല്യാണമോ? ആർക്ക്? നമുക്ക്. നമുക്കോ? ആ, വിനയനും എനിക്കും. പിന്നെ അച്ഛനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ആലോചിച്ചപ്പോ എനിക്കും കൊള്ളാമെന്ന് തോന്നി. വിനയൻ ഇപ്പൊ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സുധ വലിയ കോടീശ്വരന്റെ മകൾ, ഞാൻ വെറും സാധാരണക്കാരൻ എന്നൊക്കെയല്ലേ. ഇതൊക്കെ ആലോചിച്ച് തന്നെയാ അച്ഛനും ഞാനൊരു തീരുമാനത്തിലെത്തിയത്. അതല്ല സുധേ. പിന്നെ വിനയന്റെ ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് കഴിയാൻ പറ്റുമെന്ന് സംശയം അല്ലേ? സത്യം പറയാലോ, വിനയന്റെ ശമ്പളം എന്റെ ഒരു ദിവസത്തെ ചെലവിന് പോലും തികയില്ല. അക്കാര്യത്തിൽ വിനയം വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ വളയ്ക്കാം. കോടീശ്വരനായ അച്ഛന്റെ ഒറ്റ മകളല്ലേ ഞാൻ. സുധ, ഞാൻ പറയുന്നു കേൾക്ക്. ഏയ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്റെ സ്വഭാവ ഗുണങ്ങൾ കേൾക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അച്ഛനെ പോലെ തന്നെ. ആ സമയത്ത് എന്ത് കയ്യിൽ കിട്ടിയാലും എറിഞ്ഞുടയ്ക്കും. സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ സ്പോയിൽഡ് ബാറ്റ്. പിന്നെ വാശി. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറയാനും എനിക്ക് മടിയില്ല. ആരോടും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി തെറ്റിദ്ധരിപ്പിച്ച് പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചെന്ന് ആരോടും പരാതി പറയരുത്. ഇനി വിനയന്റെ മറുപടി അനുകൂലമാണെങ്കിൽ ഈ സമ്മാനം സ്വീകരിക്കാം. വിനയം പറയാൻ മടിക്കുന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. സുധയുടെ ഊഹം തെറ്റാണ്. അല്ല വിനയൻ, ഞാൻ മുൻകൂട്ടി പറഞ്ഞ എത്രയേറെ ഗുണങ്ങളുള്ള ഒരു പെണ്ണിനെ ഒരു പുരുഷനും സ്വീകരിക്കാൻ തയ്യാറാവില്ല. അതല്ല സുധേ. സുധയുടെ പെരുമാറ്റം, വെട്ടി തുറന്നു പറയുന്ന രീതി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓ, ഇത് പറയാനാണ് വിനയൻ ഇത്ര മടിച്ചത്? ലജ്ജയാൽ ശോഭിതേ നരൻ എന്ന് മാറ്റണം ആ പഴയ ശ്ലോകം. സുധയെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ വിവാഹം നടക്കില്ല. കാരണം? വളരെ വ്യക്തിപരമായ ഒരു കാരണം. അത് മറ്റൊരാളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. ഇത് ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇങ്ങനൊരു സംസാരം നടന്നതേ നമുക്ക് മറക്കാം. അറ്റ്ലീസ്റ്റ് വി ക്യാൻ പാർട്ട് ആസ് ഗുഡ് ഫ്രണ്ട്സ്. സുധേ, ഇതെടുക്കാൻ സുധ മറന്നു. Thank you for reminding me. അന്ന് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നേ. താങ്ക്സ്. പോട്ടെ. ഇത്തിരി ദൂരം ഞാനും വന്നോട്ടെ? എന്തിനാ? വെറുതെ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാനും വരും. വരൂ. വീട്ടിലൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ. വരൂ. തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോണപ്പ് ഗേൾ. വരൂന്നേ. ഒരിക്കൽ മിനി കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഉറക്കെ പറഞ്ഞതാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന്. അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്നാണെങ്കിലും മിനി പറഞ്ഞേ തീരൂ. അതിപ്പോ പറയണം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ തറപ്പിച്ച് പറയാം. പറ. എന്നോട് അങ്ങനൊന്നും ചോദിക്കണ്ട. ഞാൻ പോവാ. നിക്ക്. മിനി ഇപ്പൊ എന്റെ മനസ്സിന്റെ കടുത്തൊരു വേദനയാ. ആദ്യം കണ്ട നിമിഷം മുതലേ മനസ്സിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത വേദന. താങ്ങാൻ പറ്റുന്നില്ല. മിനി ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതങ്ങ് പോവും. മറക്കാലോ എല്ലാം. പറ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. നിക്ക്. നാളെ കളവ് പറയരുത്.
ഇന്നൊരു കളവ് പറഞ്ഞു, എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന്. ഇന്നലെ മറഞ്ഞു നിന്ന് എന്നെ നോക്കിയത് ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും നാളെ ഞാൻ കാത്തു നിൽക്കും. നിക്കവിടെ നിക്കവിടെ. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലി ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ. വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നെന്ന് നീയല്ലേ? നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിയതും നീയല്ലേ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട്? എന്റെ അന്നൊന്നും മിണ്ടിയില്ല. കത്ത് കൊണ്ടെത്തന്ന് ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇല്ലെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു. കുറെ ചേട്ടന്മാർ ഇവർക്കൊരു ഗുണ്ടകളുണ്ടെന്ന് കരുതി പട്ടിയെ തല്ലുന്നോട് തല്ലിക്ക. സുധിയുടെ അച്ഛൻ. എന്റെ മോന്റെ ദേഹത്ത് തൊട്ട് പറയടാ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം പറയടാ. അയ്യോ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. എന്നിട്ട് കൊല്ലം ചേരാന്മാരെ. നിങ്ങൾക്ക് അറിയാടാ. അറിയാം. എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാര്. കേട്ടല്ലോ എല്ലാം. ആ മനുഷ്യന്റെ ഒറ്റ മോനാ. തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ 3 ചേട്ടന്മാരെ അരിഞ്ഞു നുറുക്കുമാച്ചൻ. അതിനുള്ള കഴിവുണ്ട്, തന്റെ ഇടവുണ്ട്. പൊയ്ക്കോ, ഒരു സുഖമായിട്ട് പഠിച്ചോ. വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത്. ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്, ഒരിക്കലും തീരാത്ത സങ്കടം. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കേൾക്കണം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒക്കെ മറന്നതാ ഞാൻ. ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല, ഓർക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആ എഴുത്ത് ഇച്ചായന്റെ കൊടുത്തതല്ല, ഇച്ചായൻ എങ്ങനെയോ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയില്ല. ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ? അല്ല, പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. സത്യമാ ഞാൻ പറഞ്ഞേ. എനിക്ക് ഇഷ്ടമാ സുധിയെ. എന്നാ എന്നെ കൊണ്ടുപോകാവോ നിന്റെ ഇച്ചായന്മാരുടെ അടുത്തേക്ക്? എന്നിട്ട് ഉറക്കെ പറയാമോ അവരോട് എന്നെ ഇഷ്ടമാണെന്ന്? പറയാമോ? അങ്ങനെയൊക്കെ പറയാൻ എനിക്കാവില്ലെന്ന് തോന്നുന്നേ. എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി പോയെന്റെ മുമ്പിൽ നിന്ന്. മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധി തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ. യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ. ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതിയേയില്ല. ഞങ്ങളുടെ രീതി വേറെ, സുധിയുടെ രീതി വേറെ. ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ, അറിയാം. എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായന്മാരോട് പറയണമെന്ന് കരുതി. ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവർ സമ്മതിക്കും. എന്റെ വിശ്വാസമാ അത്. അല്ലാതെ സുധി പറഞ്ഞതുപോലെ വലിച്ചോണ്ടുപോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല. സുധിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, ഞാൻ പൊയ്ക്കോളാം.
പോട്ടെ, പോവാ. ആശാരിപ്പണി അറിയാലോ. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ. 10 വരെ പഠിച്ചുള്ളൂ? ഉം. അതെന്ത് പറ്റി, തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ? പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ. വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്. റീതാമാവി പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയേ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സാ? ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ വേണ്ട, പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേടുണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്താ ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും. പിന്നെ ഞാനും എന്റെ മോൾ അനുഭവിക്കണം, അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോടെ ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപം? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുകൊണ്ടാ. എന്റെ കാര്യങ്ങള് രാഘവനറിയാം. രാജേട്ടാ, നിങ്ങളുടെ ഭാഗ്യ, സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവനെ കടക്കാരനാ. 25,000-ന് പകരം 50,000 കൊടുക്കാവന്. ഇതും വാശിപ്പുറത്ത് പറയണമല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടുപോകാൻ
ഞാൻ തയ്യാറാണ്. ഇപ്പോ ഈ നിമിഷം. ചിദംബരം. അയ്യോ, തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കവളെ. മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവനും വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ, ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ്. ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. റൈസ് ആൻഡ് ഷൈൻ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജീസസ് പറഞ്ഞതെന്നറിയാം. ബത്ലഹേം ഡെന്നിസും കാലിത്തൊഴുത്തിലാണ് പറഞ്ഞതെന്ന് അറിഞ്ഞില്ല. നിന്റെ ഈ തറ വളിപ്പടി ഉണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ എഴുന്നള്ളിക്കുന്ന തമാശ, അതിന് കിട്ടണം പെട. നിനക്കൊരു ചീപ്പ് ജോക്കാണ് ജീവിതം. അത് അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയോ? ഡെന്നിസ്, എന്തിനാ എങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? ദേ, ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിച്ചിട്ടില്ല. അതെന്നുണ്ടാവും. ഡെന്നിസ്, ഏതാ ആ കൈകൊണ്ടൊക്കെ എന്നെ തല്ലിയാ ഞാൻ ചത്തു. വീണ്ടും തുടങ്ങി തമാശ. ഡെന്നിസ്, പുറത്തേക്ക് വരൂ. നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. ചുമ്മാ കുറച്ച് നടക്കാനേ. നിന്റെ കൂടെ നിനക്ക് എന്താ ഭ്രാന്തോ? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെയാണ് നീ വിവാഹം? കള്ളം പറഞ്ഞതാണ്. ഞാൻ ഡെന്നിസിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. Ami, what's wrong with you? ഡെന്നിസ്, വരൂ.
May 16th. അന്ന് നിരഞ്ജനെ അവർ കൊല്ലും, തൂക്കിക്കൊല്ലും. അതെ ഡെന്നിസ്, അന്ന് എൻ്റെയും ദിവസമാണ്. ഞാനും അന്ന് മരിക്കും. സൂയിസൈഡ്. ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു വാങ്ങാൻ ഞാനൊരു നുണ പറഞ്ഞു. അതിൽ ഡെന്നിസിനെ കൂടി ഇൻവോൾവ് ചെയ്തത് എൻ്റെ തെറ്റാണ്. സോറി ഡെന്നിസ്. ആരാത്? നിരഞ്ജൻ? എനിക്കറിയില്ല നിരഞ്ജനെ ശരിക്കും. എന്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. പക്ഷെ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നിരഞ്ജന്റെ മരണശേഷം എനിക്കിവിടെ ജീവിക്കണ്ട. അഭിരാമി, ഡെന്നിസിന് നിരഞ്ജനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിരഞ്ജന്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്റെ കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം, 6 മാസത്തോളം. പിന്നെ നിരഞ്ജൻ സിറ്റിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ലീഡറായി. റെഡ് വാർ, ആ ഓർഗനൈസേഷന്റെ ലീഡർ നിരഞ്ജനായിരുന്നു. ഒടുവിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കാറിന് ബോംബെറിഞ്ഞ് നിരഞ്ജൻ 6 പേരെ കൊന്നു. കോടതിയിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നിസ്. എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും പറയുന്ന വാക്കുകൾ റെവല്യൂഷൻ, ക്ലാസ് വാർ. എനിക്കൊന്നേ അറിയാമായിരുന്നുള്ളൂ. നിരഞ്ജനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. മരിക്കുന്നതിന് മുമ്പ് നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ എന്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ട്. കണ്ട നിരഞ്ജന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ ഞാനൊരു താലി കരുതി വെച്ചിട്ടുണ്ട്. ഡെന്നിസ് നിന്നോട് എന്താ തോന്നുന്നത്? വെറുപ്പോ അതോ? ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ മനസ്സിലാക്കാൻ ഡെന്നിസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? കഴിയും. ഞാനും ഒരുവാമിയുടെ കൂടെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ. ഷുവർ ഡെന്നിസ്? ഡെന്നിസ് എന്റെ കൂടെ ഉണ്ടാവോ? പക്ഷെ നിരഞ്ജന കാണുന്നത് വരെ ആമി ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. അതിന് ആമി എനിക്ക് വാക്ക് തരണം. കരയരുത്. ആമി പോവൂ. കണ്ണു അടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ. ആരും ഒന്നും അറിയരുത്. അറിഞ്ഞ May 16th വരെ ഞാൻ കാത്തു നിൽക്കില്ല. ഡെന്നിസ്, ഡെന്നിസ്, നമ്മുടെ വിവാഹം രവീട്ടിന് എല്ലാവരെയും സമ്മതിപ്പിച്ചു. നമ്മുടെ വിവാഹം നമ്മൾ എന്ത് ചെയ്യും ഡെന്നിസ്? ആ കണ്ണീര് തുടച്ചേക്കൂ. അതെന്റെ ധൈര്യം കെടുത്തും. അവരെ തീരുമാനിക്കട്ടെ. ഒന്നും നടക്കാതിരുന്നാ പോരെ. അവരൊക്കെ പാവങ്ങളാമി. അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയും. എന്നെ സ്നേഹിക്കുന്ന എല്ലാരെയും ഞാൻ വഞ്ചിക്കുകയാണ് അല്ലേ ഡെന്നിസ്? അതെ. എന്നിട്ട് മുഴുവൻ സ്നേഹവും ആമി മറ്റൊരാൾക്ക് നൽകുന്നു. ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഒരുപാട് ഹൃദയങ്ങളെ കുത്തിമുറിപ്പെടുത്തുന്നു. എന്നിട്ടും ഒടുവിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഡെന്നിസ്. കരയാൻ പാടില്ല. ഇനിയും ഏറച്ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുണ്ട് ആമിക്ക്. കണ്ണീര് വീണാൽ ആമി മുഖത്തണിഞ്ഞിരിക്കുന്ന ഈ മാസ്കില്ലേ, അത് ഇളകിപ്പോവും. ഞാൻ കൂടെയുണ്ട്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ
സ്വാമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും ഡമ്മി? നിരഞ്ജനെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഡെന്നിസ്, ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് നല്ലവരാണ് നിങ്ങൾ. എന്താടി അതിനിടയ്ക്ക് റൊമാൻസിനും എത്തി അല്ലേ? ഓ, ഡെന്നിസ്, ബത്ലഹേമിലെ ഭൂമിയിലെ നിന്റെ ഏകാന്തവാസം അവസാനിക്കുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവളെ നിനക്ക് തരുന്നു. വിവാഹം എന്ന് വേണമെങ്കിലും, പക്ഷെ അതിനു മുമ്പ് ഒരു ചടങ്ങ്, ഒരു എൻഗേജ്മെന്റ്. സന്തോഷമായില്ലടാ? Stay here. I'll call it. Relax, Ami. Control yourself. നീ അയാളെ കരയിക്കാനല്ല വന്നത്. സുഖം. ഡെന്നീസ്, ബത്ലഹേമിലെ ഡെന്നീസ്. ഇവളുടെ എഴുത്തുകളിൽ ഒരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു നിങ്ങളുടെ. വെറുതെ പകൽക്കിനാവുകൾ കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഭാവനയിൽ ഒരു ബത്ലഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ല. അഭിരാമി, വരേണ്ടിയിരുന്നില്ല. ഈ കണ്ണീര് എന്നെ പലതും ഓർമ്മപ്പെടുത്തും. ജീവിതം അവസാനിക്കുകയാണ് എന്നുള്ള സത്യം തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എൻ്റെ മനസ്സും പിടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. പക്ഷെ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. തോൽപ്പിക്കില്ല എന്നെ. നിരഞ്ജൻ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ ഇതെന്റെ കഴുത്തിൽ നിരഞ്ജന്റെ കൈകൊണ്ട് കെട്ടിക്കാൻ. ജീവിക്കുന്നെങ്കിൽ അത് നിരഞ്ജന്റെ വിധവയായിട്ട്, മരിക്കുന്നെങ്കിലും അങ്ങനെ. ഇത് വാങ്ങിക്കൂ നിരഞ്ജൻ. അഭിരാമി ജീവിക്കണം. ഒരുപാട് നാൾ, ഒരുപാട് കാലം ജീവിച്ച് വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷെ നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കിയുണ്ടാവരുത്. ഞാൻ എന്നും നിരഞ്ജനെ സ്നേഹിക്കും. നിരഞ്ജനെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അഭിരാമി നല്ല കുട്ടിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും. രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. പാപമെന്ന വാക്ക് കേട്ടാൽ എനിക്ക് പുച്ഛമായിരുന്നു. ഉടയാളൻ അടിമയെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു ആ വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ചോരമണവും. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ എന്തുമാവാം. ചോരപ്പുഴകൾ, കബന്ധങ്ങൾ, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ വിശ്വാസ പ്രമാണങ്ങൾ. തെറ്റാണത്. അറിയാൻ വൈകിപ്പോയി. 1000 തൊഴിലാളി കുടുംബങ്ങളെ മുഴുപട്ടിണിയിലേക്ക് വലിച്ചെറിഞ്ഞവനായിരുന്നു ബ്രജേഷ് മല്ലയ്യ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്.
അയാളുടെ ബലത്തിന് അയാളുടെ പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെന്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് കാത്തിരുന്നത് ബോംബുമായി. കാറിൽ മല്ലയ്യ മാത്രമേ ഉണ്ടാവൂ എന്ന എന്റെ കണക്കൂട്ടലുകൾ തെറ്റി. അയാളുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, കൂടെ വൃദ്ധയായ അയാളുടെ അമ്മ, പിന്നെ നിരപരാധിയായ അയാളുടെ ഡ്രൈവറും. പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്ന പോലെ. എന്ത് നേടി? ഏത് ലക്ഷ്യത്തിലെത്തി? ബ്രിജേഷ് മല്ലയ്യയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. ആത്മാവ് ശരീരമെന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ കൂടും വിട്ട് യാത്രയാകുന്ന നാളും കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു പാപത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി നീ കാരണമാവരുത്. നിന്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് നീ പാഴാക്കി കളയാൻ തീരുമാനിച്ചാൽ അതിനെന്റെ തെറ്റാകും. ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം അരുത് അഭിരാമി. നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതമില്ല. ബാക്കിയാവുന്നത് എന്റെ ആത്മാവ് മാത്രമോ. പാപബോധവും വൃത്തസ്വപ്നങ്ങളും പേറി അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടത് എന്റെ ആത്മാവും. അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടണം. എന്താ പറഞ്ഞത്? അതെ, അഭിരാമിയും ഡെന്നിസും നിങ്ങളൊന്നാവണം. ഒരുപാട് വർഷം തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഇല്ല, നടക്കില്ല. ഞാൻ ആരെ സ്നേഹിക്കില്ല. എനിക്കതിന് കഴിയില്ല. ഇല്ല നിരഞ്ജൻ, പ്ലീസ്. ആമിയോട് നിങ്ങളത് പറയാം. എനിക്ക് മാത്രമേ അഭിരാമിയോടത് പറയാൻ കഴിയൂ. തൂക്കുമരത്തിലേക്ക് പോകുന്നവനോട് അന്ത്യാഭിലാഷം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വര യാചിക്കുന്നത്. സാധിച്ചു തരേണ്ടത് നിങ്ങളും. ഡെന്നിസ്, ഈ താലി ഞാൻ സാക്ഷിയായി, എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി അഭിരാമിയുടെ കഴുത്തി കിട്ടൂ. ഇല്ല, ഇല്ല, അരുത് നിരഞ്ജൻ. അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. ആ താലി എന്റെ കഴുത്തിൽ കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട. പക്ഷെ മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. ഇത് മാത്രമല്ലേ ഞാൻ ഈ ജന്മത്തിൽ നിന്നോട് ആവശ്യപ്പെടുള്ളൂ. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സർ, പ്ലീസ്. ഡെന്നിസ്, മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഇത്ര നാളും കണ്ടതിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. സുമംഗലിയായ അഭിരാമി തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. അഭിരാമിയും ഡെന്നിസും സങ്കല്പത്തിൽ ഞാൻ സൃഷ്ടിച്ച ബത്ലഹേമും. ഡെന്നിസ്, പ്ലീസ് ഡെന്നിസ്. ഞാനത് അനുവദിക്കില്ല. നിരഞ്ജനില്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട ഒരു ജീവിതം. നോക്ക് അഭിരാമി, അഭിരാമി ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നു. ആരുടെ മനസ്സുഖത്തിനായി? എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വേദന കൂടെ ഞാൻ അനുഭവിക്കേണ്ടി വരും. നിനക്ക് നിരഞ്ജനെ ഇഷ്ടമാണെങ്കിൽ, നിരഞ്ജനെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അഭിരാമി ഇപ്പൊ എന്നെ അനുസരിക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ നിരഞ്ജൻ, സോറി സർ, പ്ലീസ് സർ. Come on. Dennis, for God's sake, please. How can I? Dennis, I beg you, please. Please. Dennis, please. ഇത്രേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും നിരഞ്ജൻ. ആമി എന്നോട് പൊറുക്കട്ടെ. ഇല്ല ഡെന്നിസ്, ഐ നോ ഹർ. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല. ദാ, തൊടാതെ ഞാൻ തൊട്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കില്ല ഞാൻ.
തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞ് എല്ലാം മറഞ്ഞു പോകും. എനിക്ക് ഈ ചിത്രം മതി, ഈ ചിത്രം. ഗുഡ് ലക്ക് മൈ ഫ്രണ്ട്സ്, ഗുഡ് ലക്ക്. അടുത്ത സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ഒരാൾ കൂടെ കാണുമോ? റെഡി. സംഗതി കൺഫേം ആയ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചറിയിക്കില്ലേ? നീയോ? നീ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്ത് എന്റെ അടുത്ത് എത്തിക്കോണം. ഇവിടുത്തെ കടം എത്രയാണെന്ന് എന്നെ അറിയിക്കുക, ഞാൻ അയച്ചു തരും. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെന്നിസേ ഓടിക്കളയുന്നേ ഇവിടുന്ന്. സിഗ്നലായി, ഇനി കേറാം. ശരി മോളെ. ഓക്കേ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ശരി മോളെ, വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. പെട്ടെന്ന് എത്തിക്കണം. ആ